നിന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിന്റെ ആ നശിച്ച കൂട്ടുകെട്ടുണ്ടല്ലോ, അതാ നിന്നെ ഈ അവസ്ഥയിലെത്തിച്ച്. ഇങ്ങനൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. കൂട്ടുകെട്ടൊക്കെ നല്ലതാ. പക്ഷെ അത് നമ്മളെ സ്വയം നശിപ്പിക്കുന്ന ഒന്നാണെങ്കി പഴയ ഒരു പഴഞ്ചൊല്ലുണ്ട്. "ചന്ദനം ചാരിയ ചന്ദനം മണക്കുന്നു, ചാണകം ചാരിയ ചാണകം മണക്കുന്നു." അപ്പൊ സത്യത്തില് നമ്മള് ചാരണെ ചന്ദനം അതോ ചാണകം? ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഹൗ ടോക്സിക് ഫ്രണ്ട്ഷിപ്പ് ക്യാൻ റൂയിൻ യുവർ ലൈഫ്. ചെറിയൊരു കഥ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. പണ്ടൊരിക്കെ 2 പേര് ഒരു കാട്ടിൽ ക്യാമ്പ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. അവർക്ക് മുമ്പ് ക്യാമ്പ് ചെയ്ത് പരിചയമൊന്നുമില്ല. കൊടും കാടാണ്. അവർ 2 പേരും ആ കാടിന്റെ അകത്തോട്ട് കയറി. ഏറെ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ശബ്ദം. പുലിയാണോ സിംഹമാണോ എന്നൊന്നും അറിയില്ല. തൊട്ടടുത്ത് ആരോ ഉള്ള പോലൊരു തോന്നൽ. അവർ 2 പേരും 2 ദിശയിലേക്ക് ഓടി. ഓട്ടം തീർന്നപ്പോൾ അവർ 2 പേരും പരസ്പരം തിരയാൻ തുടങ്ങി. അലറി വിളിച്ചു നോക്കി. ഒരുപാട് നേരം തിരഞ്ഞു. അവർക്ക് 2 പേർക്കും കണ്ടുമുട്ടാൻ കഴിഞ്ഞില്ല. അതിലൊരാൾ തന്റെ ബാഗ് തുറന്നു നോക്കി. അതിൽ നിന്ന് ചുരുട്ടിക്കൂട്ടിയ ഒരു മാപ്പും ഒരു കോമ്പസും കിട്ടി. അത് വെച്ച് ശരിയായ വഴി കണ്ടുപിടിക്കാമെന്ന് അയാൾ കരുതി. ആ കോമ്പസും മാപ്പും ഉപയോഗിച്ച് ഒരുപാട് നേരം അലഞ്ഞു. എത്ര സഞ്ചരിച്ചിട്ടും അയാൾക്ക് നേരായ വഴി കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഏറെ ക്ഷീണിതനായ അദ്ദേഹം ഒരു മരച്ചോട്ടിലിരിക്കുന്നു. ദാഹിച്ചു വലഞ്ഞ അദ്ദേഹം തന്റെ ബാഗൊന്ന് തുറന്നു. അപ്പോഴാണ് അയാൾ ആ സത്യം മനസ്സിലാക്കുന്നത്. മാപ്പും കോമ്പസും ഇട്ടതിന് കൂടെ അബദ്ധത്തിൽ താനൊരു കാന്തവും അതിലിട്ടിരുന്നു എന്നുള്ളത്. തന്റെ കയ്യിലുള്ളത് ശരിയായിരുന്ന മാപ്പായിട്ടും ശരിയായിരുന്ന കോമ്പസായിട്ടും അത് വഴി തെറ്റിച്ചത് ആ കാന്തമായിരുന്നു എന്ന്. സാധാരണഗതിയിൽ കോമ്പസിന്റെ കൂടെ അതിശക്തമായ ഒരു കാന്തം ചേർന്നിരുന്നാൽ പിന്നീട് ആ കോമ്പസ് ശരിയായ വഴി കാണിക്കാറില്ല. ഇറ്റ്സ് നോട്ട് അബൌട്ട് കോമ്പസ്, ഇറ്റ്സ് നോട്ട് അബൌട്ട് മാഗ്നറ്റ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കാന്തം പോലെ ഒട്ടി നമ്മുടെ കൂടെ നടക്കുന്ന ചില കൂട്ടുകാരുണ്ടാവാറുണ്ട്. അവർ പലപ്പോഴും നേരായ വഴിയിൽ സഞ്ചരിക്കുന്ന നമ്മളുടെ വഴി തെറ്റിക്കാറാണ് പതിവ്. ഒരു കോട്ടുണ്ട്. "യു ആർ ദ ആവറേജ് ഓഫ് ദ 5 പീപ്പിൾ യു സ്പെൻഡ് ദ മോസ്റ്റ് ടൈം വിത്ത്" എന്ന്. ആക്ച്വലി നമ്മൾ സമയം ചെലവഴിക്കുന്നത് ശരിയായ കൂട്ടുകെട്ടിലാണോ? അതോ തെറ്റായ കൂട്ടുകെട്ടിലാണോ? സത്യത്തില് ഏതാണ് ഈ ശരി? ഏതാണ് ഈ തെറ്റ്? ഇനി അങ്ങനത്തെ കൂട്ടുകെട്ട് നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു? ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. ആക്ച്വലി ബാഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് എങ്ങനെ ആയിരിക്കും അറിയോ? അവര് നമ്മളെ മോശപ്പെട്ട ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യും. നമ്മൾ അവരോട് പറയാണ്, "എടാ ഞാന് സ്മോക്കിംഗ് തുടങ്ങുന്നതിനെ പറ്റി അന്റെ അഭിപ്രായം എന്താന്ന് ചോദിക്കുമ്പോ, "ഇയ്യ് വലിക്കെടാ, ആണുങ്ങളാവുമ്പോ ഇടക്കൊക്കെ ഒന്ന് വലിക്കണം" എന്ന് പറയുന്ന കൂട്ടുകാരുണ്ട്. ഇനിയിപ്പോ ഒരു ഗേൾ ആണെന്ന് കൂട്ടിക്കോ, ഇങ്ങനത്തെ രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞാ പറയും, "ആണുങ്ങൾക്ക് മാത്രല്ല നമ്മള് പെണ്ണുങ്ങൾക്കും കയ്യിന്ന് കാണിച്ചു കൊടുക്ക്. ഇയ്യ് ധൈര്യമായിട്ട് വലിച്ചെടീന്ന്" പറയണ കാറ്റഗറി ഓഫ് ഫ്രണ്ട്സും ഉണ്ട്. പിന്നൊന്നാണ് കോൺസ്റ്റന്റ് നെഗറ്റിവിറ്റി. അതായത് ഇവര് സ്ഥിരമായിട്ട് നെഗറ്റീവ് അപ്രോച്ച് ആയിരിക്കും ഉണ്ടാവുക. അത് നമ്മൾ ഏതൊരു കാര്യം, ഏതൊരു ടോപ്പിക് അവരുടെ അടുത്ത് സംസാരിച്ച് തന്നാലും അതിനെ അവര് നെഗറ്റീവായിട്ട് മാത്രമേ സമീപിക്കുള്ളൂ. പക്ഷെ അത് കരുതിയിട്ട് എപ്പളെങ്കിലും ഒരു നെഗറ്റിവിറ്റി പറയുന്ന ആള് അങ്ങനത്തെ ആൾക്കാരല്ല. ഇപ്പൊ ഞങ്ങളും തമാശക്ക് ചിലപ്പോൾ ഫ്രണ്ട്സ് എന്തെങ്കിലും പറയുമ്പോൾ നെഗറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യാറുണ്ട്. ഇറ്റ്സ് ജസ്റ്റ് ഫോർ ഫൺ, ഫോർ എ മൊമെന്റ്. പക്ഷെ ആൾവേസ് നെഗറ്റീവ് ആവുന്ന ചിലരുണ്ട്. എപ്പോ നോക്കിയാലും ആ രീതിയിൽ മാത്രം അപ്രോച്ച് ചെയ്യുന്നത്. അതത്ര നല്ലതല്ല. മറ്റൊന്നാണ് നമ്മുടെ ഗ്രോത്തില്, നമ്മുടെ വളർച്ചയില് അവർക്ക് അസൂയ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മള് വളരരുത് എന്നാണ് ഉള്ളുകൊണ്ട് അവർ ആഗ്രഹിക്കുക. പക്ഷേ നമ്മളോട് നേരിട്ട് ചിലപ്പോൾ അത് കാണിക്കണമെന്നില്ല. അതുപോലെ ഒന്നാണ് കൂടെ നിന്നിട്ട് എല്ലാ കാര്യത്തിനും ഒപ്പം നിന്നിട്ട് അവസാനം നമ്മൾ പോലും അറിയാതെ നമ്മളെ വഞ്ചിക്കുന്ന ചിലരുണ്ട്. പക്ഷേ അങ്ങനെ വഞ്ചിച്ച് കഴിഞ്ഞാലും ചിലര് അത് അക്സെപ്റ്റ് ചെയ്യാറില്ല. "ഓൻ എൻ്റെ ബെസ്റ്റ് ബഡ്ഡിയാണ്. അവന്റെ സാഹചര്യം കൊണ്ട് ചെയ്തതാവും" എന്നൊക്കെ. ആക്ച്വലി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? പലപ്പോഴും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സാഹചര്യങ്ങളാണ് ഒരാളെ കള്ളനാക്കുന്നത്. സാഹചര്യങ്ങളാണ് ഒരാളെ മാറ്റുന്നതെന്നുള്ളത്. പക്ഷേ സത്യത്തിൽ അതങ്ങനല്ല. സാഹചര്യങ്ങൾക്ക് പ്രസക്തിയുണ്ട്. പക്ഷേ ആ സിറ്റ്വേഷനില് അയാൾ എടുക്കുന്ന തീരുമാനമല്ലേ ആക്ച്വലി അയാളെ അവിടെ കൊണ്ടെത്തിക്കുന്നത്. അതായത് ഒരു ചെറിയ കൊച്ചു ഗ്രാമം. ഗ്രാമത്തില് തൊട്ടടുത്ത് തന്നെ 2 വീട്. 2 വീട്ടിലും ഒറ്റ ചങ്ങാതിമാർ. പെട്ടെന്ന് അവിടുത്തെ കൃഷിയെല്ലാം നശിച്ചു പോകുന്നു. പട്ടിണിയിലായ അവർ 2 പേരും ജീവിക്കാൻ വേണ്ടി മാർഗം തേടുന്നു. ആക്ച്വലി അവരുടെ ആ ഗ്രാമത്തിന് കള്ളന്മാരുടെ ഗ്രാമം എന്നുള്ള ഒരു വിളിപ്പേരുണ്ടായോണ്ട് അവർക്കാരും ജോലി കൊടുക്കുന്നില്ല. ഒരുത്തൻ എങ്ങനെങ്കിലും പുതിയൊരു മാർഗം കണ്ടുപിടിക്കണം എന്നുള്ള ചിന്തയിൽ ജീവിച്ചു പോകുന്നു. മറ്റൊരുത്തൻ കക്കാൻ തീരുമാനിക്കുന്നു. 2 പേർക്കും ഒരേ സാഹചര്യം. പക്ഷേ തീരുമാനങ്ങൾ തികച്ചും വ്യത്യസ്തം. സത്യത്തില് ഓരോ സിറ്റ്വേഷനിലും നമ്മളെടുക്കുന്ന തീരുമാനമല്ലേ നമ്മളെ കള്ളനാക്കുന്നതും നായകനാക്കുന്നതും വില്ലനാക്കുന്നതുമൊക്കെ.
സോ നിങ്ങൾ അവർ വഞ്ചിച്ചിട്ട് അതെടാ സിറ്റുവേഷൻ്റെ പുറത്ത് ചെയ്തതാന്ന് പറയുമ്പോൾ യു ഹാവ് ടു റിയലൈസ് ദാറ്റ് ഒരു ബെസ്റ്റ് ബഡ്ഡി ഒരിക്കലും നിങ്ങളെ വഞ്ചിക്കില്ല. ഇനി നമുക്ക് നല്ല ഫ്രണ്ട്ഷിപ്പ്, നല്ല ഫ്രണ്ട്സിനെ കുറിച്ച് സംസാരിക്കാം. അവർ പലപ്പോഴും നമ്മൾ ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻസ് തരണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. നല്ല സപ്പോർട്ടീവ് ആയിരിക്കും. നമ്മുടെ വിജയത്തിൽ അവരും സന്തോഷിക്കും. ആക്ച്വലി അതൊരു വലിയ പോയിന്റാണ്. പലപ്പോഴും പലരും ഒപ്പം നടക്കാനൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ വിജയിച്ചു എന്ന് കാണുമ്പോൾ, അവരുടെക്കാട്ടിലും മുകളിലാണെന്ന് കാണുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെടാറില്ല. പണ്ടാരോ പറഞ്ഞു കേട്ടൊരു കാര്യമുണ്ട്. ഞാൻ സങ്കടപ്പെടുമ്പോൾ തല ചായ്ക്കാനോ അല്ലെങ്കിൽ എന്നെ സമാധാനിപ്പിക്കാനോ വേണ്ടി നിൽക്കുന്ന ഒരുത്തനല്ല എൻ്റെ യഥാർത്ഥ ഫ്രണ്ട്. എൻ്റെ യഥാർത്ഥ ഫ്രണ്ട് ഞാൻ വിജയിക്കുമ്പോൾ കൈയടിക്കുന്ന ഒരുത്തനായിരിക്കും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ കൂടെ ഉണ്ടാവും, നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കാനും എല്ലാത്തിനും. പക്ഷേ നമ്മൾ അവരെക്കാട്ടിലും മെച്ചപ്പെട്ടു എന്ന് കാണുമ്പോൾ പലപ്പോഴും കൈയടിക്കാൻ മടിക്കുന്ന കൂട്ടുകാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു യഥാർത്ഥ ഫ്രണ്ട് നിങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കും. അവര് പലപ്പോഴും സത്യസന്ധമായിട്ട് കാര്യം പറയും. അത് നിങ്ങളെ ഡിസ്കംഫേർട്ട് ആക്കുമെങ്കിൽ പോലും. പലപ്പോഴും നമ്മൾ ചില ഫ്രണ്ട്സിന്റെ അടുത്ത് നമുക്കറിയാം നമ്മൾ ചെയ്ത വർക്ക് അത്ര ഗുഡ് അല്ല എന്നുള്ളത്. എന്നിട്ടും അഭിപ്രായം ചോദിച്ച് ചെല്ലുമ്പോൾ നമുക്കും നാട്ടുകാർക്കും എല്ലാവർക്കും അറിയുന്ന ആ കാര്യം ഓൻ ഇതൊരു രക്ഷയില്ലടാ. ഇത് സീന് സാനം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ആശ്വസിപ്പിക്കാറുണ്ട്. ആക്ച്വലി ഒരു യഥാർത്ഥ ഫ്രണ്ട് സത്യസന്ധമായിട്ട് എടാ ഇത് കുറച്ചുകൂടെ ഇംപ്രൂവ് ചെയ്യണം. ഇത് കുറച്ചുകൂടെ ബെറ്റർ ആക്കണം എന്ന് പറയും. അപ്പയാണല്ലോ നമ്മൾ വളരുക. ഒരു യഥാർത്ഥ സുഹൃത്താണെങ്കി അവൻ നിങ്ങളെ തിരുത്തും. പക്ഷെ അത് നിങ്ങളെ അപമാനിച്ചിട്ടല്ല. പണ്ടൊരിക്കൽ സ്കൂളിൽ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുത്തൻ ഇംഗ്ലീഷിൽ എന്തോ ഒരു വാക്ക് എഴുതിയ സമയത്ത് അക്ഷരം തെറ്റുന്നു. ആക്ച്വലി അവന്റെ കൂട്ടുകാരന് അത് നേരിട്ട് തിരുത്തി കൊടുത്താ മതി. "എടാ അതങ്ങനെയല്ല, ഇങ്ങനെയെന്ന്" പറഞ്ഞ് അവനെ ആ തെറ്റ് മനസ്സിലാക്കി കൊടുത്താ മതി. പക്ഷേ അവന്റെ കൂട്ടുകാരൻ ചെയ്തത് "എല്ലാരും കണ്ടോ ഇവന്റെ തെറ്റീണ്, എല്ലാരും ഇങ്ങട്ട് നോക്കി" എന്നൊക്കെ പറഞ്ഞ് അപമാനിച്ചതിന് ശേഷം, ആ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളെയും അത് അറിയിച്ചതിന് ശേഷം മാത്രാണ് അവൻ ആ തെറ്റ് തിരുത്തി കൊടുത്തത്. ഒരു യഥാർത്ഥ സുഹൃത്താണെങ്കി അവൻ നിങ്ങളെ അപമാനിക്കാതെ തന്നെ നിങ്ങളുടെ തെറ്റ് തിരുത്തും. പലർക്കും ഇതൊക്കെ അറിയാം. പക്ഷെ എന്നിട്ടും അവരെന്തോ ആ സർക്കിളിന്റെ പുറത്ത് വരാൻ ശ്രമിക്കാറില്ല. നിങ്ങള് നിങ്ങളുടെ ടോക്സിക് ആയിട്ടുള്ള, ബാഡ് ആയിട്ടുള്ള ആ ഫ്രണ്ട് സർക്കിളിന്റെ പുറത്തോട്ട് വരാൻ ശ്രമിച്ചില്ലെങ്കി, നിങ്ങളെ ജീവിതത്തെ ബാധിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജീവിതത്തിലോട്ട് അവരുടെ മോശം ഹാബിറ്റ്സ് കടന്നു വരും. പിന്നീട് നിങ്ങളുടെ കോൺഫിഡൻസ് കുറയാൻ തുടങ്ങും. നിങ്ങൾക്ക് കനമുള്ള തീരുമാനങ്ങളൊന്നും ജീവിതത്തിൽ എടുക്കാൻ കഴിയില്ല. അവര് കളിയാക്കിയാലോ? ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടും. അങ്ങനെ ഒരുപാട് ദോഷങ്ങളുണ്ട്. സത്യത്തില് നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സിന്റെ ആവശ്യമൊന്നുമില്ല. സത്യസന്ധമായിട്ട് കൂടെ നിൽക്കുന്ന, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ തന്നെ ധാരാളം. ചിലപ്പോൾ ചിലരൊക്കെ കരുതാറുണ്ട്. ഈ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. എന്റെ ഫ്രണ്ട്സുകൾ ബാഡാണോ, ഗുഡാണോ എന്നൊക്കെ അറിയാം. പക്ഷെ ബാഡാണെന്ന് റിയലൈസ് ചെയ്തിട്ടും അതിന്റെ പുറത്തോട്ട് വരാൻ ശ്രമിക്കാറില്ല. അതിന്റെ റീസൺ ആയിട്ട് അവര് പറയുന്നത്, ഈ ഫ്രണ്ട്സിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ എന്റെ ലൈഫിൽ വേറെ ഫ്രണ്ട്സ് ഇല്ല എന്നുള്ളത്. അങ്ങനത്തോരോട് എനിക്ക് പറയാനുള്ളത്, വിശന്നെന്ന് കരുതിയിട്ട് ആരും വിഷമെടുത്ത് കുടിക്കാറില്ലല്ലോ. The people around you today shape the person you will become tomorrow. That's all. I hope you will get a better life in the future. Now, I'm gonna wind up. It's me, Nihal Pukodan.